കോംപ്ലക്സ് പ്ലെയിനെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള പോയിന്റുകളാണുള്ളത്. ഒന്ന് റെഗുലർ പോയിന്റും ഒന്ന് സിംഗുലർ പോയിന്റും. റെഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അറ്റ് z ഈക്വൽ ടു z0 എന്നാണെങ്കിൽ ആ z0യെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോയിന്റ്. ഇഫ് എ ഫംഗ്ഷൻ f of z is analytic, if a function f of z is analytic at z equal to z0, then z0 is said to be regular. z0 is said to be regular point. ഒരു അനലിറ്റിക് ആയ ഫംഗ്ഷൻ ഒരു അനലിറ്റിക് ആണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ പോയിന്റ്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം ലോറൻസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സിഗ്മ എ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സീറോ റേസ് ടു എൻ ബി എൻ ബൈ ഇസഡ് മൈനസ് ഇസഡ് സീറോ റേസ് ടു എൻ അല്ലെങ്കിൽ റേസ് ടു മൈനസ് എൻ അല്ലേ. നിങ്ങൾ നോക്കൂ, ലോറൻസ് എക്സ്പാൻഷൻ ഇത് എഫ് ഓഫ് ഇസഡിൻ്റെ എക്സ്പാൻഷൻ അറ്റ് ഇസഡ് സീറോ ഇല്ല, എബൌട്ട് ഇസഡ് സീറോ ഇല്ല. നോക്കൂ, ഇയാൾ അനലിറ്റിക് ആവത്തില്ല എപ്പോൾ ഈ ഡിനോമിനേറ്റർ ഇസഡ് സീറോ ഈ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ ഇസഡിന് പകരം ഇസഡ് സീറോ കൊടുത്താൽ ഇത് ഇൻഫിനിറ്റി ആകും. ഇസഡിന് പകരം ഇസഡ് സീറോ കൊടുത്താൽ ഇൻഫിനിറ്റി ആകും. എഫ് ഓഫ് ഇസഡ് ടോട്ടലി ഇൻഫിനിറ്റി ആയിപ്പോൾ അനലിറ്റിക് ആവത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസഡ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് ആണ്. റെഗുലർ പോയിന്റ് ആണെങ്കിൽ ഇസഡ് സീറോയിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ ദാ ഈ പ്രിൻസിപ്പൽ പാർട്ട് കാണില്ല. പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാതിരുന്നാൽ പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലല്ലോ. അപ്പം നമ്മൾ പറയും അറ്റ് റെഗുലർ പോയിന്റ് z equal to z0, the principal part of Lorentz expansion of f of z about z equal to z0 is absent. That is all bn are equal to 0. all bn എല്ലാ bnകളും 0 ആയി മാറും. അപ്പോൾ റെഗുലർ പോയിന്റ് ആകുമ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് കാണത്തില്ല. ഇതിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഡിഫൈൻ റെഗുലർ പോയിന്റ് എന്നേ ഉള്ളൂ. ഡിഫൈൻ റെഗുലർ പോയിന്റ് എന്ന് ചോദിച്ചാൽ എ റെഗുലർ പോയിന്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്ന ഒരു പോയിന്റിനെയാണ് റെഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താ സിംഗുലർ പോയിന്റ്? സിംഗുലർ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, സിംഗുലാരിറ്റി. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആവാത്ത പോയിന്റുകളെയാണ് സിംഗുലർ പോയിന്റ് എന്താ പറയുക? സിംഗുലർ പോയിന്റ് ഓർ സിംഗുലാരിറ്റി of f of z is the value of z at which f of z is not analytic. f of z is not analytic. f of z analytic ആവാത്ത f of z is not analytic. f of z is not analytic. f of z അനലിറ്റിക് ആവാത്ത പോയിന്റുകളെയാണ് സിംഗുലർ പോയിന്റ് അല്ലെങ്കിൽ ആ പോയിന്റുകളെ സിംഗുലാരിറ്റി ഓഫ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയും. അപ്പോൾ സിംഗുലർ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവാത്ത പോയിന്റ്. ഇനി നിങ്ങൾ നോക്കൂ, സിംഗുലർ പോയിന്റുകളെ തന്നെ നമ്മൾ പ്രതിനിധിച്ച് പറയും ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയും. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, അത് സിംഗുലാരിറ്റിയുടെ വേറൊരു നെയിമാണ് ഐസൊലേറ്റഡ്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു കോംപ്ലക്സ് പ്ലെയിൻ വരച്ചാൽ ഇവിടെ ഒരു z0 പോയിന്റ് ഉണ്ട്, ഇയാൾ സിംഗുലർ ആണെങ്കിൽ അയാളുടെ നെയ്ബർഹുഡ് എന്ന് വെച്ചാൽ അതിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചാൽ അവിടെ ഒന്നും വേറെ ഒരു സിംഗുലാരിറ്റികളും കാണാൻ പാടില്ല. അപ്പം ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആർ ദ പോയിന്റ്സ് അറ്റ് വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക്. ഓൾസോ there is no another singular point in the neighborhood of z0. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം z equal to z0 is an isolated singularity if f of z is not analytic at z equal to z0 and there is no other singularity in the neighborhood of NHBD എന്ന് ചുരുക്കി എഴുതിയതാണ് neighborhood of z equal to z0. അതായത് z0 സിംഗുലാരിറ്റി ആണ്. ആ z0യുടെ നെയ്ബർഹുഡിലെങ്ങും തൊട്ടടുത്തെങ്ങും വേറെ സിംഗുലാരിറ്റി വരാൻ പാടില്ല. അതിനെയാണ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുക എന്നല്ലേ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി തന്നെ 3 ടൈപ്പുകളുണ്ട്. നോക്കാം ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി തന്നെ 3 ടൈപ്പുകളുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് റിമൂവബിൾ സിംഗുലാരിറ്റി. റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് അനലിറ്റിക് അല്ല, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ അനലിറ്റിക്കായി മാറും. ഫോർ എക്സാമ്പിൾ ദാ നോക്കൂ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ ഇസഡ്. ഇയാൾ ഇസഡ് ഈക്വൽ ടു 0യിൽ അനലിറ്റിക് അല്ല. ഇസഡ് ഈക്വൽ ടു 0 സിംഗുലർ പോയിന്റ് കാരണം ഇൻഫിനിറ്റി ആയി പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ
എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ ഇസഡ് വെൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0, 1 വെൻ ഇസഡ് ഈക്വൽ ടു 0 ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഇപ്പോൾ അത് അനലിറ്റിക്കായി മാറി. കാരണം ഇസഡ് ഈക്വൽ ടു 0 ഇതിനകത്ത് വരുന്നില്ല, 0ൽ 1 ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഇത് അനലിറ്റിക്കായി മാറി ആണല്ലോ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ ഇസഡ് ഈക്വൽ ടു 0 സിംഗുലാരിറ്റി ആയിരുന്നു, പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ എഫ് ഓഫ് ഇസഡിനെ ഡിഫൈൻ ചെയ്തപ്പോൾ അയാളുടെ നോൺ അനലിറ്റിസിറ്റി മാറി. ആ പോയിന്റ് അയാൾ അനലിറ്റിക്കായി മാറി. അതിനെയാണ് റിമൂവബിൾ അനലിറ്റിസിറ്റി എന്ന് പറയുക, റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോയിന്റിലാണോ സിംഗുലർ ആകുന്നത് ആ പോയിന്റിൽ ഇവിടെ ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 സൈൻ ഇസഡ് ബൈ ഇസഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുന്നുവെങ്കിൽ ആ പോയിന്റ് റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. അത് കുറച്ചുകൂടെ മാത്തമാറ്റിക്കലാണ്. അങ്ങനെ പറയണം. നിങ്ങൾ ചോദിച്ചാൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആർ ദ സിംഗുലാരിറ്റി at which function is not analytic, but we can made it analytic by defining f of z by redefining f of z at z equal to z0. Redefining f of z at z equal to z0. അത് മാത്തമാറ്റിക്കലി പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ അനലിറ്റിക് ആവാത്തത് ആ പോയിന്റിൽ നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂ എടുത്താൽ അവിടെ ഒരു വില കിട്ടുന്നുവെങ്കിൽ, ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുവെങ്കിൽ അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. രണ്ടാമത്തത് പോൾ. രണ്ടാമത്തതായിട്ടുള്ളത് പോളാണ്. പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സിംഗുലാരിറ്റിയാണ്. പോൾ എന്ന് പറഞ്ഞാൽ പോൾ ഇസഡ് ഈക്വൽ ടു z0 എന്ന് പറയുന്നത് പോൾ ആണെങ്കിൽ അതിനർത്ഥം അറ്റ് ഇസഡ് ഈക്വൽ ടു z0യിൽ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് അല്ല. അത് മാത്രമല്ല എഫ് ഓഫ് ഇസഡ് മോഡ് എഫ് ഓഫ് ഇസഡ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് ഇസഡ് ടെൻസ് ടു z0. ഇസഡിൻ്റെ വില z0യിലേക്ക് എത്തുമ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡിൻ്റെ വില ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെ വരുന്ന പോയിന്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? പോളുകൾ എന്ന് പറയുന്നത്. അപ്പം എ പോൾ ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് ആൻഡ് മോഡ് എഫ് ഓഫ് ഇസഡ് ടെൻസ് ടു ആസ് ഇസഡ് ടെൻസ് ടു z0 വേർ z0 ഇസ് ദ പോൾ. അങ്ങനെ വരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഡെഫിനിഷൻ അങ്ങനെയാണെങ്കിലും പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ലോറൻസ് എക്സ്പാൻഷൻ ഉണ്ടല്ലോ, സിഗ്മ എ എൻ ഇസഡ് മൈനസ് z0 റേസ് ടു n പ്ലസ് സിഗ്മ ബി എൻ ബൈ ഇസഡ് മൈനസ് z0 റേസ് ടു n ആണല്ലോ. സിംഗുലാരിറ്റികൾ എപ്പോഴും ബാധകമാകുന്നത് പ്രിൻസിപ്പൽ പാർട്ടാണ്. എന്തുകൊണ്ട്? ഡിനോമിനേറ്റർ ഉള്ളത് കൊണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പോൾ എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലെങ്കിൽ പോൾ ഓഫ് ഓർഡർ m എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അതിൽ ഡിനോമിനേറ്റർ വരുന്ന ടേമുകളുണ്ടല്ലോ, അത് എത്ര എണ്ണം വരുന്നോ എന്ന് നോക്കിയാണ് പോൾ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇപ്പോൾ ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1നെ ഏതെങ്കിലും ഒരു അനലിസിൽ എക്സ്പാൻഡ് ചെയ്തപ്പോൾ 1 ബൈ ഇസഡ് ക്യൂബ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ഇതല്ലേ ഡിനോമിനേറ്ററിൽ, അതിൽ മാക്സിമം ഇസഡ് എവിടെ വരെ പോയിട്ടുണ്ട്? ഇസഡ് ക്യൂബ്. അതിനർത്ഥം ദിസ് ഫംഗ്ഷൻ ഹാസ് എ പോൾ ഓഫ് ഓർഡർ 3. അപ്പം അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ എക്സ്പാൻഷനിൽ ഇസഡ് മൈനസ് z0യുടെ ഡിനോമിനേറ്ററിലെ പവർ എവിടം വരെ വരുന്നോ ആ നമ്പറിനെയാണ് പോളിൻ്റെ ഓർഡർ എന്ന് പറയുക. പോളിൻ്റെ ഓർഡർ, പോൾ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയതാ ഇവിടെ ഇപ്പോൾ 1 ബൈ z വരെ ഉള്ളതെന്ന് വെച്ചു. 1 ബൈ z പ്ലസ് 1 പ്ലസ് z എന്നാണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 1, അതിനെയാണ് സിമ്പിൾ പോൾ എന്ന് പറയുക. പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ അതിനെ സിമ്പിൾ പോൾ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം പറയുമ്പോൾ പോൾ ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അറ്റ് വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് ആൻഡ് മോഡ് എഫ് ഓഫ് z ടെൻസ് ടു z0 എന്നാണ്. ബട്ട് പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ in the Lorentz expansion, if the power in the principal part, the power of z minus z0 in the denominator reaches to the maximum of m, then f of z said to be pole of order m. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇനി 1 ആണെങ്കിൽ അതിനെ സിമ്പിൾ പോൾ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി മൂന്നാമത് നമുക്കറിയേണ്ട സിംഗുലാരിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി. എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്, നോക്കൂ ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫ് ഓഫ് ഇസഡ് എക്സ്പാൻഡ് ചെയ്താൽ 1 ബൈ ഇസഡ് പ്ലസ് 1 പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വന്നാൽ ഇത് പോൾ ഓഫ് ഓർഡർ m ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഒരു ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെയും ഒരു ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയായി മാറും. അപ്പോൾ ഡിനോമിനേറ്റർ ഇല്ലാതാകും. അപ്പോൾ ഇത് അനലിറ്റിക് ആവില്ലേ? അനലിറ്റിക് ആയി മാറും. ശരിയാണല്ലോ? കാരണം ഇസഡ് പോൾ ഓഫ് ഓർഡർ 1 ആയതുകൊണ്ട് 1 കൊണ്ട്, ഇനി 1 ബൈ ഇസഡ് സ്ക്വയർ എന്നായിരുന്നെങ്കിൽ ഇസഡ് സ്ക്വയർ കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ
ചെയ്താൽ ഡിനോമിനേറ്റർ ഇല്ലാതാവുകയും അത് അനലിറ്റിക്കായി മാറുകയും ചെയ്യും. ശരിയാണല്ലോ. എന്നാൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ സിംഗുലാരിറ്റി ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. ആ പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്താലും ആ സിംഗുലാരിറ്റി മാറത്തതുമില്ല. എസെൻഷ്യൽ ആണ്, ആ സിംഗുലാരിറ്റി മാറത്തതുമില്ല. ഫോർ എക്സാമ്പിൾ ഇതാ നോക്കൂ, ഇപ്പോൾ e⁻1/z എന്താ ഇതിൻ്റെ എക്സ്പാൻഷൻ? 1 + x + x² 2 ഫാക്ടോറിയൽ. അപ്പോൾ 2 ഫാക്ടോറിയൽ z² + 1/3 ഫാക്ടോറിയൽ z³ എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ശരിയാണല്ലോ. ഇതാണ് e⁻1/z ലോറൻസ് എക്സ്പാൻഷൻ. ലോറൻസ് എക്സ്പാൻഷൻ എഴുതിയേക്കുന്നത്. ഇതിൽ z=0 ആണ് ഇവിടുത്തെ സിംഗുലാരിറ്റി. കാരണം e⁻1/0 z=0 ആണ് ഇവിടുത്തെ സിംഗുലാരിറ്റി. അപ്പോൾ ഇവിടെ z=0 എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പോൾ നമ്മൾ പറയും എന്താണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അറ്റ് വിച്ച് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് ആൻഡ് വി കാൺട്ട് മേക്ക് ഇറ്റ് ടു ബി അനലിറ്റിക് ബൈ എനി മാനർ. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ ഇൻ എ ലോറൻസ് എക്സ്പാൻഷൻ ഇഫ് ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ദ ലോറൻസ് എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് ടേംസ്. ഇത് ഇൻഫിനിറ്റി ആയിട്ട് അങ്ങ് പോകണം, തീരരുത്. തീർന്നാൽ പോളായി പോകും. ഇത് എവിടെയെങ്കിലും 5 കൊണ്ട് തീർന്നാൽ പോൾ ഓഫ് ഓർഡർ 5 ആവും. ഇത് ഇൻഫിനിറ്റി ആയിട്ട് അങ്ങ് പോയാൽ ആ വരുന്ന z=z0 ആണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഡിഫൈൻ സിംഗുലാരിറ്റി ചോദിക്കാം, ഡിഫൈൻ റെഗുലർ പോയിന്റ് ചോദിക്കാം, ഡിഫൈൻ 3 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ചോദിച്ചാൽ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എഴുതണം. അപ്പോൾ 3 ടൈപ്പ് ഉണ്ടെന്ന് എഴുതണം. റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്, ബട്ട് നമുക്ക് മാറ്റാൻ കഴിയും. പോൾ സിംഗുലാരിറ്റി ആണ്, മോഡ് f(z) ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആസ് z ടെൻഡ്സ് ടു z0. അല്ലെങ്കിൽ ലോറൻസ് എക്സ്പാൻഷനിൽ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന് ഒരു ഇത്ര പവർ വരെ പോകുന്നുള്ളൂവെങ്കിൽ പോൾ ഓഫ് ഓർഡർ m എന്ന് പറയും. എസെൻഷ്യൽ സിംഗുലാരിറ്റി ലോറൻസ് എക്സ്പാൻഷനിലെ പ്രിൻസിപ്പൽ പാർട്ട് ഇൻഫിനിറ്റ് ടേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സിംഗുലാരിറ്റി ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പറയും. ഇങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഉള്ളത്. നോക്കൂ, ഈ സിംഗുലാരിറ്റികളൊക്കെ റിമൂവബിൾ ആണോ, പോൾ ആണോ, എസെൻഷ്യൽ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്, ഏതൊരു ഫംഗ്ഷൻ്റെയും സിംഗുലാരിറ്റിയുടെ സ്വഭാവം കണ്ടുപിടിക്കുന്നത്, റിമൂവബിൾ ആണോ, പോൾ ആണോ, എസെൻഷ്യൽ ആണോ എന്നുള്ള സ്വഭാവം കണ്ടുപിടിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ലോറൻസ് എക്സ്പാൻഷൻ എഴുതിയ ശേഷമാണ് അതെങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. ലോറൻസ് എക്സ്പാൻഷൻ എഴുതിക്കൊണ്ടാണ് അയാളുടെ നേച്ചർ, ആ സിംഗുലാരിറ്റിയുടെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.